സർ ഒരു 50,000 സാലറി കിട്ടുന്ന ഒരു വ്യക്തി, ഇപ്പം നമ്മൾ പറയും അതിൽ ഇത്ര പെർസെൻറ്റേജ് നമ്മളെ നീഡിന് വേണ്ടി യൂസ് ചെയ്യണം, ഇത്ര നമ്മളെ വോണ്ടിന് വേണ്ടിയിട്ട്, പിന്നെ സേവിങ്സ്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പം അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ട് എത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അൾട്ടിമേറ്റ്ലി അതിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ആ 50,000 ഇൻകമിനെ നമുക്ക് എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? സി ഇതിൽ വളരെ നമുക്ക് ഒരു ക്ലാരിറ്റി നമ്മുടെ ശരി 50,000 നമ്മുടെ കൈ കിട്ടുമെന്നിരിക്കട്ടെ. ഈ കിട്ടുന്ന കാശിൽ നമ്മുടെ ഒരു മാസത്തെ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്താണ്, ചിലവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ നോട്ട് ഇറ്റ് ഡൗൺ. ഇഫ് യു ആർ സ്റ്റേയിങ് ഇൻ എ റെൻറ്റഡ് അക്കോമഡേഷൻ, റെൻറ്റ് ഇത്ര കൊടുക്കണം. അതല്ല നമ്മളൊരു ലോൺ എടുത്ത് വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ EMI എത്ര വരുമെന്ന് അറിയാം അല്ലേ? ഒന്ന്. രണ്ടാമത് ഇലക്ട്രിസിറ്റി ചാർജസ്, ഫോണിൻ്റെ ചാർജസ്, റൈറ്റ്? പിന്നെ വെള്ളത്തിൻ്റെ ടാക്സ്, പിന്നെ നമ്മുടെ ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങളും ഒരു മാസത്തെ അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നു. സോ ടോട്ടൽ ഇട്ട പിന്നെ അൺഫോർസീൻ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് റിസർവ്സ് എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അങ്ങനെ ഇതെല്ലാം വർക്കൗട്ട് കഴിഞ്ഞു. ഇപ്പം നമ്മൾ യു ആർ സ്റ്റേയിങ് ഹിയർ, യുവർ ഹൗസ് ഈസ് സംവെയർ ഫാർ അവേ, you have to go maybe once in a month, you are going to meet your parents, you may try to give something, carry something, your relatives, your kith and kin, your brothers, sisters, etc. There will be some expenses. അപ്പോൾ ഇങ്ങനെയുള്ള അതാണ് ഞാൻ പറഞ്ഞത്, ഈ സം റിസർവ്സിനും നമ്മുടെ മറ്റേ അൺഫോർസീൻ അല്ല മറ്റു കാര്യങ്ങൾക്കും ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്നുണ്ടാകുന്ന പല കാര്യങ്ങളും. ഇതെല്ലാം മാറ്റിയതിനു ശേഷം വാട്ട് ഈസ് യുവർ മന്ത്ലി സേവിങ്സ് നമ്മൾ നോക്കണം. അതിന് ദിസ് നത്തിങ് റോങ്. I used to write down. I used to tell my wife. Okay. She was very lazy, but I used to write down. Every day what is the expenses, how much you spend every day, right? For what all. വെളിയിൽ പോയി ഭക്ഷണം കഴിച്ചു, ഇന്നതാണ്. എൻ്റെ ക്ലബിൻ്റെ ബില്ല് ഇത്ര വന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഇന്നതാണ്. കാറിൻ്റെ പെട്രോൾ ഇത്ര കിലോമീറ്റർ ഓടി. അപ്പോൾ ഒരു വർഷത്തെ നമ്മളതൊരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ you will get an idea. Approximately in a month you may be spending about 35,000 rupees you are spending on various things. 15,000 rupees approximately if it's there is a saving. So you think about that. Can I invest in shares? Can I invest in mutual funds? Can I invest in NCD? Or should I put it in a recurring deposit every month, 15,000 in a bank? So RC recurring RD എന്ന് പറയുന്നത് എന്താണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്? ഒരു 1 ഇയറിൽ അങ്ങനെ ഇപ്പോൾ ആണെങ്കിൽ 7.2 or 7.3 or around that only you are getting it. വെറാസ് നല്ല ഷെയർസ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ഈ 15,000 ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്കാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ ഗുഡ് റിട്ടേൺ ആഫ്റ്റർ കപ്പിൾ ഓഫ് ഇയേഴ്സ്. ഒരു ബാങ്കിൽ FD 1 വർഷത്തെയോ 2 അല്ലെങ്കിൽ 5 വർഷത്തിൽ കൊണ്ടിടുന്നതിനെക്കാട്ടിൽ എത്രയോ ബെനിഫിഷ്യൽ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ നമുക്ക് തന്നെ അതിന് ക്ലാരിറ്റി. പലരും ഇപ്പോൾ റെക്ലെസ്ലി ആണ് പലരും പ്രത്യേകിച്ചും പുതിയ തലമുറയുള്ളവർ സ്പെൻഡ് ചെയ്യുന്നത്. അത് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ they don't mind, they just, ക്രെഡിറ്റ് കാർഡിന് ലിമിറ്റ് ഉണ്ട്. അതിപ്പോൾ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ക്രെഡിറ്റിൻ്റെ HDFC ബാങ്കിൻ്റെ റെഗാലിയ എന്ന് പറയുന്ന കാർഡ്, റെഗാലിയ 5,14,000 രൂപ എനിക്ക് ഒരു മാസം സ്പെൻഡ് ചെയ്യാം. ബട്ട് ഐ ഹാവ് ടു റിട്ടേൺ ദാറ്റ് മണി. ഇഫ് ഐ ഫോൾട്ടർ, സമയത്തിന് 45 ദിവസത്തിനുള്ളിൽ ആ പൈസ തിരിച്ചടച്ചില്ലെന്നുണ്ടെങ്കിൽ മിനിമം ഉണ്ടെങ്കിലും കൊടുക്കണം. ബട്ട് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് അവരിപ്പോൾ EMI ഒക്കെ വന്നിട്ടുണ്ട്, എങ്ങനെ അതാണ് EMI, പക്ഷേ പലിശ കൊടുക്കണം. പറഞ്ഞത് മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ബോണസ് പോയിന്റോ മറ്റേ പോയിന്റോ ഇത് തന്നു എന്ന് പറഞ്ഞ് ഇതൊക്കെ നമ്മളെ ബിസിനസ് ഗിമിക്സ് എന്ന് പറയും. നമ്മളെ ബിസിനസ് ഇതിലേക്ക് കൊണ്ടുവരുന്നൊരു വശീകരണത്തിൻ്റെ ഒരു സംവിധാനങ്ങളാണ് ഇതൊക്കെ, റൈറ്റ്? പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചുമ്മാ അത് സ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ പോയി എവിടുന്ന് ക്രെഡിറ്റിലാണെങ്കിൽ റെഫ്രിജറേറ്റർ കിട്ടും, TV കിട്ടും, വലിയ TV വേണം, സ്കൂട്ടർ വേണം, കാറ് വേണം, എല്ലാം വാങ്ങിക്കും. പക്ഷെ നമുക്ക് മാസത്തിൽ അതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒന്നും നമ്മുടെ കയ്യിലൊന്നും കാണത്തില്ല. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് വി മസ്റ്റ് ലിവ് കംഫർട്ടബിളി. ഫസ്റ്റ്ലി you don't know what is going to the one thing is very certain. What is that one thing which is certain? Your death. Yes. But it's a certainty. You are born in this world, you have to die one day. Ad ennana, when? That's a big question mark. That is decided by somebody. You call it Devam, Allah, Yeshu, whatever it may be. Okay, there is a supernatural power. It has to happen one day. You have to leave this world. ഞാൻ ആർമിയിൽ ആയിരുന്നപ്പോൾ 6 വർഷം ജമ്മു കാശ്മീരിൽ വർക്ക് ചെയ്തതാണ്. ദ മാക്സിമം എന്താ പറയുന്നത് ഈ ഇൻസർജൻസി അല്ലെങ്കിൽ അത്രമാത്രം ഈ പ്രശ്നങ്ങളുള്ള സമയത്താണ് 6 വർഷം, 2 ടെൻഡർ, 3 years ഏജ്. എത്ര പ്രാവശ്യം ഞങ്ങൾ വെടിവെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കോൺവോയ് ആംബുഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആയുസ് ഒടുങ്ങാഞ്ഞുകൊണ്ട് ചത്തില്ല.
right? So that's what. So the big uncertainty. So the everyday's life you must live comfortably, but you also have adequate savings for your future. Whether you have children or rather those who are dependent on you, you must take care of them too. That's all. കർമ്മം ചെയ്യുക, കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു ഗതാചന എന്ന് കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്യുക, പക്ഷെ അതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. ആരോടെ? അർജുൻ. വൈ? മഹാഭാരത യുദ്ധത്തിലാണെങ്കിൽ ഗാന്ധീവം അദ്ദേഹത്തിൻ്റെ താഴ്ത്തു വെച്ചിട്ട് ഞാൻ എൻ്റെ അമ്മാവന്മാരും കസിൻസുകാരൊക്കെ എതിരായിട്ട് ഭീഷ്മ പിതാമഹ ആൻഡ് എവരിബഡി കൗരവാസ്, ഐ ആം നോട്ട് ഗോയിങ് ടു ഫൈറ്റ് അഗൻസ്റ്റ് ദം, ഐ ആം നോട്ട് ഗോയിങ് ടു കിൽ ദം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യുക, നീ ചെയ്തില്ലെങ്കിലും നടക്കും, ഇവരെല്ലാം ചത്തേ പറ്റൂ. അധർമ്മത്തിൻ്റെ പ്രതീകങ്ങളാണ് അവർ, റൈറ്റ്? സോ ഇറ്റ് ഹാപ്പൻ വെദർ യു കിൽ ദം ഓർ സംബഡി എൽസ്, ഇറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം, ഡ്യൂട്ടി, റൈറ്റ്? ഇഫ് യു ബിലീവ് ഇൻ സർട്ടൻ തിങ്, ഐ സജസ്റ്റ് അലോങ് വിത്ത് ദിസ്, ലിസൺ ടു ഹരിനാമ കീർത്തനം, പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, ലക്ഷ്മി സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, റൈറ്റ്? ഇത് ഇറ്റ്സ് വെരി ലേണഡ് ലേഡി, ഹെർ നെയിം ഈസ് സുഷ്മിത ജഗദീശൻ, ഈസ് എൻ NRI, ദുബായിലോ അബുദാബിയിലോ കണ്ടാണ്. ലെറ്റ് മി ടെൽ യു, ഹൈലി നോളജബിൾ, എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സാൻസ്ക്രിറ്റ്, മഹാരാജാസിലൊക്കെ പഠിച്ചാണ്. ആൻഡ് ലെറ്റ് മി ടെൽ യു, ഷീ വിത്ത് മീനിങ്, എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ബട്ട് ബൈ ലിസണിങ് ടു ഹർ ഐ റിയലി ഹൗ ഡീപ്ലി ജീവിതം എന്താണെന്നോ നമ്മളെന്താണെന്നോ മനുഷ്യരെന്താണെന്നോ ഹൗ ബ്യൂട്ടിഫുള്ളി ഷി ഹാസ് എക്സ്പ്ലെയിൻഡ്. സോ യു മസ്റ്റ് ഹാവ് ദാറ്റ് ഇൻക്ലിനേഷൻ ടു നോ ഇറ്റ്, ലേൺ ഇറ്റ്. ഓക്കെ, സോ ഐ ഡു ദാറ്റ് എവറി ഡേ. പിന്നെ ഗായത്രി മന്ത്രം, ഓം ഭൂർഭുവ സ്വഹ തത് സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോന പ്രചോദയാം. സൂര്യ ഗായത്രി എന്ന് പറയുന്നത് ഇത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും 3 times യു ഡു ഇറ്റ്. 108 പ്രാവശ്യം ചെയ്തില്ലേ വേണ്ട, പക്ഷെ അതിൻ്റെ മീനിങ് എന്താണെന്ന്, റൈറ്റ്? സോ വി ഹാവ് ടു ഹാവ് എ ബിലീഫ്. പക്ഷേ ഇപ്പോഴത്തെ യുവ തലമുറയിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ഉണ്ട്, റൈറ്റ്? ഐ ജസ്റ്റ് ഡയഗ്രസ് ഫ്രം ദ മെയിൻ ടോപ്പിക്. ഓക്കെ, റൈറ്റ്? യു ഗോട്ട് ഐഡിയ? അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ പറയുന്നത്, തുണി കട്ട് ചെയ്യുന്ന നമ്മുടെ എങ്ങനെ കട്ട് ചെയ്യുന്നത് ടൈലർക്ക് അറിയണം. എങ്ങനെ ഒരാളുടെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ കട്ട് ചെയ്താൽ നല്ലത് തന്നെ കുപ്പായം തുന്നി അല്ലെങ്കിൽ ഡ്രസ്സാണെങ്കിൽ തുന്നി കൊടുക്കുക, അല്ലേ? അതനുസരിച്ച് കട്ട് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് വി മസ്റ്റ് ലീവ് വിതിൻ അവർ മീൻസ്. നമുക്ക് എന്തുകൊണ്ടോ അതിനുള്ളിൽ ജീവിക്കാൻ നോക്കണം. അല്ലാതെ ക്രെഡിറ്റ് കാർഡ് മിസ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്നിട്ട് അവസാനം ഇത് കൊടുക്കാതെ ഇട്ടെറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓടിക്കളഞ്ഞ അല്ലെങ്കിൽ ഫോണും പിന്നെ ബ്ലോക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ ആൾക്കാർ ഒന്ന് പോയിക്കൊണ്ട് പോകുന്നൊക്കെ. സോ അവോയ്ഡ് ഓൾ ദ തിങ്. So it's all simple thing. If you're earning, you're saving certain amount, see that is invest in the right way. And this is a share market or the stock market, the securities are one of the best. അതിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിവൈഡ് ഇറ്റ് ഇൻ ടു, യെസ്, ഷെയർസിൽ എത്ര പെർസെൻറ്റ്, മ്യൂച്വൽ ഫണ്ടിൽ എത്ര ഇടണം, അതുപോലെ പിന്നെ NCDസിലോ. അപ്പോൾ ഇങ്ങനെ പല ഗോൾഡ്, ഈ യു മസ്റ്റ് ഹേർഡ് അബൌട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ETF, ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു 3-4 വർഷം മുമ്പ് ചുമ്മാ ഒരു കുറച്ച് ഗോൾഡ് ഇത് ETF വാങ്ങിച്ചു. അതന്ന് വാങ്ങിച്ചതിൻ്റെ വിലയിൽ നിന്ന് ഓൾമോസ്റ്റ് 5 times ഇറ്റ് വെൻ്റ് അപ്പ്, റൈറ്റ്? സോ ഐ നെവർ തോട്ട് അബൌട്ട് ദാറ്റ് വിൽ ഹാപ്പൻ. സോ ദാറ്റ്സ് അതുപോലെ നമ്മുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് നമ്മൾ പല ഇതിലായിട്ട് ഡിവൈഡ് ചെയ്യാമെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഡോണ്ട് പുട്ട് ഓൾ ദ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്, റൈറ്റ്? So that yes, suppose something went down there, so there is somebody else to take care of that. That's also one of the basic principle of നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, എസ്പെഷ്യലി ക്യാപിറ്റൽ മാർക്കറ്റിൽ. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവറിത്തിങ്, ഫൈനാൻസ്, ക്യാപിറ്റൽ, സെക്യൂരിറ്റീസ്, സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും പറയും. ബട്ട് ഇറ്റ് ഹസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഡീപ് മീനിങ്. അതെന്താണെന്നുള്ള ലിറ്ററൽ മീനിങ് എന്താണ്, അതിന് ശേഷം അതിലുള്ള വാട്ട് ആർ ദ കൊണോട്ടേഷൻസ് എന്താണ്. ഷെയർസ് എന്ന് പറയാം, ഷെയർസ് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പിന്നെ എന്താ പറയുന്നത് ടോട്ടൽ ധനം അത് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ ആൾക്കാർക്ക് വിൽക്കുന്നു. അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, കുറേ നമ്മുടെ കയ്യിലുണ്ട്, പബ്ലിക്കിൻ്റെ ഉണ്ട്, പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആൾക്കാരിലുണ്ട്, അങ്ങനെ പല രീതിയിൽ അത് ഉണ്ട്, റൈറ്റ്? അപ്പോൾ അതിലുള്ള റിട്ടേൺ നമ്മൾ യു ഹാവ് ടു ഗെറ്റ് എ റിട്ടേൺ. നമ്മുടെ പൈസയ്ക്ക് ഒരു തീർച്ചയായിട്ടും അത് എത്രമാത്രം കിട്ടും എന്നുള്ളത് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ നോക്കിയിട്ട് അത് ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാം. സോ ദാറ്റ് യു വിൽ നോട്ട് ബി റിഗ്രറ്റിംഗ്. നമുക്കതിൽ പശ്ചാത്തപിക്കേണ്ട കാര്യം വരില്ല ലേറ്റർ. എനിത്തിങ് എൽസ്? ഇല്ല. താങ്ക് യു. Thank you very much. Like,
subscribe and press bell button. Stay tuned for more videos.